ഈ ലോകത്ത് എല്ലാറ്റിനും എതിർവശമുണ്ട്. സുഖത്തിൻ്റെ എതിർവശം ദുഃഖമാണ്. പുഞ്ചിരിക്കുവാനുള്ള ചുണ്ടിൻ്റെ പിന്നിൽ തന്നെ കടിച്ചു കീറുവാനുള്ള പല്ലുമുണ്ട്. കെട്ടിപ്പുണരുവാനുള്ള കൈകളിൽ തന്നെ ഉന്തിത്തള്ളുവാനുള്ള ശക്തിയുമുണ്ട്. ഇതിനെയെല്ലാം വിവേകപൂർവം കൈകാര്യം ചെയ്യുമ്പോഴാണ് നമ്മൾ സമാധാനമുള്ളവരാകുന്നത്. നാം എല്ലാം വ്യക്തിത്വമുള്ളവരാണ്. ഒരുവൻ്റെ വ്യക്തിത്വത്തെ മറ്റൊരുവൻ ചോദ്യം ചെയ്യുമ്പോഴാണ് കലഹമുണ്ടാകുന്നത്. നാമെല്ലാം മൂല്യബോധമുള്ളവരും പരസ്പര സഹകരണവും ഉള്ളവരുമാകുമ്പോഴേ സമൂഹത്തിൽ ശാന്തിയും സമാധാനവും കൈവരുള്ളൂ. ഒരുവൻ്റെ ഇലയിൽ മറ്റൊരുവൻ കൈയിട്ട് വാരാൻ പാടില്ല. എല്ലാ വ്യക്തിത്വത്തെയും തുല്യമായി അംഗീകരിക്കുന്ന സമൂഹത്തിലെ ശാന്തിയും സമാധാനവും പുലരുകയുള്ളൂ. ഒരുവൻ മറ്റൊരുവനെ ചവിട്ടിത്താഴ്ത്താൻ ശ്രമിക്കുമ്പോൾ അവിടെ സംഘർഷങ്ങളും വിദ്വേഷങ്ങളും എല്ലാ കലഹങ്ങളും ഉണ്ടാകും. പരസ്പരം ഒരു ധാരണയില്ലെങ്കിൽ സമൂഹമെന്നും സംഘർഷം നിറഞ്ഞതായിത്തീരും.